ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ എന്താണ് സംസാരിച്ചത്, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു അല്ലേ? ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയി ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നതിന് ശേഷം മുന്നോട്ട് പോകുന്നൊരു പ്രതീതി കാണിച്ചു, അപ്സൈഡ് പോകുന്നൊരു പ്രതീതി കാണിച്ചു. അപ്പം നമ്മൾ അവിടെ നിന്നൊരു സി എടുത്തു അല്ലേ? നമ്മൾ അവിടെ നിന്നൊരു സി എടുത്തതിന് ശേഷം എന്ത് സംഭവിച്ചത്? മാർക്കറ്റ് നേരെ താഴോട്ട് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറുമെന്നൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചവർ കുറച്ചുപേർ മാറി നിന്ന്, കുറച്ചുപേർ ഹോൾഡ് ചെയ്തു. ആ ഹോൾഡ് ചെയ്തവർക്ക് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടെ ആവറേജ് ചെയ്തു നമുക്ക് ഒരു 30-35 പോയിന്റ് നമുക്ക് ന്യായമായിട്ട് അവിടുന്ന് മേലോട്ടൊരു അപ്സൈഡ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം അവിടെ നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴത്തില്ല, കാരണം നമ്മുടെ സപ്പോർട്ട് ലൈൻ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു റീബൗണ്ട് ചെയ്യുമായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് മുമ്പോട്ട് പോയതിനു ശേഷം അവിടെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് മാറി, അങ്ങോട്ടും നേരെ മുകളിലോട്ട് പോയതിനു ശേഷം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടിക്കളിച്ചൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയതിനു ശേഷം നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് മുഖെത്തി. പിന്നെ മാർക്കറ്റ് അവിടുന്ന് അങ്ങനെ പോയതിനു ശേഷം കുറച്ചുകൂടെ മുകളിലോട്ടൊന്ന് അപ്സൈഡ് പോകാൻ ശ്രമിച്ചെങ്കിലും എന്ത് സംഭവിച്ചു? നമ്മുടെ ആ മുകളിലത്തെ ആ കറക്റ്റ് ലൈൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ? അവിടെ വന്ന് തട്ടി തിരിച്ചു വന്നു, വീണ്ടും താഴോട്ട് അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോയി. അതിനുശേഷം അവിടുന്ന് ചെറിയൊരു ബ്രേക്ക് ഔട്ട് നൽകി. നമുക്ക് അവിടെ നമ്മുടെ ആ റെസിസ്റ്റൻസ് പൊട്ടിച്ച് മേലോട്ട് പോയി ചെറിയൊരു ബ്രേക്ക് ഔട്ട് നൽകിയെങ്കിലും പക്ഷെ ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്തില്ല അല്ലേ? സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ അടുത്തൊരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു പി കൂടെ എടുത്ത് സുന്ദരമായിട്ട് മാർക്കറ്റ് താഴോട്ട് വന്ന് നമുക്ക് അവിടെയും കിട്ടിയ ഒരു 20-25 പോയിന്റ് നമുക്ക് അവിടെയും ഗെയിൻ ചെയ്യാൻ പറ്റി. അപ്പം മാർക്കറ്റിന് അതിൽ എന്ത് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക്, കാരണം ഗ്ലോബലി മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം ഫെഡിന്റെ റേറ്റ് കട്ട് എങ്ങനെ വരുന്നുവെന്ന് മാർക്കറ്റ് ഇങ്ങനെ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നോക്കിയിട്ട് ഇനി ഒരു ഫർദർ മൂവ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളൂ. 50 കട്ട് ചെയ്യുമോ 25 കട്ട് ചെയ്യുമോ എന്നുള്ള മാർക്കറ്റിനൊരു സംശയ ദൃഷ്ടിയോട് വേണം മാർക്കറ്റ് വീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് അല്ലേ? നോക്കിക്കേ, എവിടെ ഓപ്പൺ ചെയ്തു ആ ഫ്ലാറ്റ് ഓപ്പണിംഗ് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം മാർക്കറ്റ് എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. അപ്പൊ മാർക്കറ്റിന് എങ്ങോട്ട് പോകണമെന്നൊരു നിശ്ചയമില്ല. അപ്പൊ ഇനിയിപ്പോ നാളത്തെ നമുക്ക് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെവലുകൾക്കൊന്നും ഒരു മാറ്റമില്ല, കാരണം നമ്മളെ മാർക്കറ്റ് എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ലെവലുകളൊന്നും മാറ്റേണ്ട യാതൊരു കാര്യമില്ല. ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നമുക്ക് ഈ ആ സപ്പോർട്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഒരു അപ്സൈഡ് നോക്കാം. ഇല്ല, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് പൊട്ടിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു താഴോട്ടൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് കാണാം. അപ്പോൾ മാർക്കറ്റ് ഒത്തിരി ഒന്ന് മുമ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മാർക്കറ്റ് മാക്സിമം ടു മാക്സിമം പോകാണെന്നുണ്ടെങ്കിൽ ഒരു 13,383 അതാണ് ആ സെക്കൻഡ് ലൈൻ. 13,383നും 13,200നും താഴെ 200-നകത്ത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ നമ്മൾ കൂടുതൽ കാണുന്നത്. അപ്സൈഡ് പോവുകയാണെങ്കിൽ 13,383 പൊട്ടിച്ചാൽ മാത്രമേ പിന്നെ ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 13,200 വരെയാണ് ഒരു ശക്തമായ സപ്പോർട്ട് 13,200. അപ്പം മാർക്കറ്റ് എങ്ങോട്ട് പോകും? ഇപ്പം US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ, ജസ്റ്റ് നോക്കിക്കോട്ടെ. US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. ഒരു 70-80 പോയിന്റ് ആണ് ഇപ്പം US മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പം ഫർദർ ഇനി എന്താ മാർക്കറ്റ് ഉണ്ടാകും നമുക്ക് അറിയത്തില്ല. അതിനനുസരിച്ച് വേണം മാർക്കറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം ടു മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ 13,383 അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരുവാണെങ്കിൽ 13,200. ഇത് രണ്ടിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ ഒരു ഫർദർ മൂവ് നമുക്ക് അതിനകത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലും കാണാനുള്ളത്. അപ്പം ഇനിയിപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്ത് സംഭവിക്കുന്നുള്ളത്. ഈ മാർക്കറ്റ് ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ
പ്രീ മാർക്കറ്റും എന്നും മുടങ്ങാതെ ചെയ്യുന്നത്, പക്ഷെ നിങ്ങളാരും വേണ്ട രീതിയിൽ ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈ ലെവലുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഓക്കെ, വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഈ ലെവലുകളൊക്കെ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നതെന്ന് എനിക്കറിയാം. ലെവൽ ഒരു ദിവസം ഞാൻ താമസിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇൻബോക്സിൽ മെസ്സേജ് ചേട്ടാ ലെവലില്ല എന്നുള്ളത്. ലെവലുകളൊക്കെ തരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഓൾ.